നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. NHM ഫണ്ടിൽ 19 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാതൃശിശു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന വികസന കാര്യങ്ങളായാലും മറ്റു അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ആശുപത്രികളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ജനകീയ ആസൂത്രണത്തോട് അതിലേക്ക് മാറി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നാണ് പറയാൻ. ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ മുതൽ ഹെൽത്ത് സെന്ററുകൾ വരെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വിഹിതം കൃത്യമായി നമുക്ക് ഈ കാലയളവിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഈ ആശുപത്രി തന്നെ NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് 60% NHMന്റെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും 40% കേരള സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള നിരവധി ഫെസിലിറ്റികൾ നമുക്ക് നൽകാൻ കഴിയും. ഇപ്പോൾ പ്രൈമറി വെയിറ്റിംഗ് ഏരിയ അടക്കം OP കൗണ്ടേഴ്സ്, അഡ്മിഷൻ കൗണ്ടർ തുടങ്ങിയ എത്ര അധികം ആളുകൾ വന്നാലും നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും ഒക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളടക്കം വലിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ വരുത്താൻ കഴിഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ 12 കാത്ത് ലാബുകൾ കൂടി ഉടൻ തുടങ്ങും. നിലമ്പൂർ ജില്ലാ ആശുപത്രി കാത്ത് ലാബിനായി ബജറ്റിൽ 5 കോടി നീക്കിവെച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ടിടപെടാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ജില്ലാ, താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും 10 വർഷത്തിനിടയിൽ നേടാനായി. നിപ, കോവിഡ്, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൗകര്യമൊരുക്കാനായതും നേട്ടമായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മാതൃശിശു ബ്ലോക്കിലേക്ക് KNG റോഡിൽ നിന്നും നേരിട്ടെത്താൻ ഭൂമി സൗജന്യമായി നൽകിയ ജിഷാലിനെ ചടങ്ങിൽ ആദരിച്ചു. ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ആരടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി, ജില്ലാ കളക്ടർ VR വിനോദ്, മെഡിക്കൽ ഓഫീസർ TK ജയന്തി, NHM ജില്ലാ മാനേജർ ഡോക്ടർ TN അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി സീമാമ്പ്ര, ജസീറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റൈഹാനത്ത് കുർമാടൻ, ഡിവിഷൻ കൗൺസിലർ MK വിജയനാരായണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ, E പത്മാക്ഷൻ, A ഗോപിനാഥൻ, P രശ്മിൽനാഥ്, M മുജീബ് റഹ്മാൻ, MA വിറ്റാജ്, പരുന്തൻ നൌഷാദ്, ജസ്മൽ പുതിയറ, ജോർജൻ തോമസ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.